വെച്ചിട്ട് നമ്മളിവിടെ ഇവിടെ വരെ എത്തിക്കണം. നമ്മുടെ കാലിന്റെ ഭാഗത്ത് വരെ വെക്കണം. എന്തിനാണെന്നറിയോ? വരുന്ന ഈ അവസാനത്തെ ചെറിയുണ്ടല്ലോ, അത് പരമാവധി എടുത്തിട്ട് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ എടുക്കാം. നമുക്ക് എപ്പോഴും ഈ അടിയിൽ നിന്നും മുകളിലേക്ക് വരും, ഈ താഴത്തിൽ നിന്ന് ഇങ്ങോട്ട് ബാക്ക് മുകളിലേക്ക് വരുന്നതാണ് കുറച്ചുകൂടി ഭംഗിയിട്ട്. ഇറക്കി വലിച്ചു വെച്ചിട്ട് നമ്മൾ 1 ലെയർ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യൂലേ? അപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? സാരി കൊടുത്തിട്ട് ഭംഗിയില്ലേ? നമ്മുടെ ഓണായിട്ടേ കേരള സാരി അല്ലെങ്കിൽ സെറ്റ് സാരി എടുക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലെ? എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ മാത്രം സാരി എടുക്കുന്ന ടീനേജുകാരുണ്ടാകും. അതുപോലെ സാരി എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ, ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു അവസരത്തിൽ സാരി എടുക്കാൻ, ഇപ്പൊ വിദേശത്തായിട്ടുള്ളവർക്കൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെലിബ്രേഷൻ ആണ്. അപ്പൊ അവർക്കൊക്കെ സാരി എടുക്കാനൊക്കെ ഇഷ്ടമുള്ളൊരു അവസരമാണ്. അപ്പൊ ഈ ഓണത്തിന് ഞാൻ അങ്കമാലി മെട്രോയിൽ നിന്നും എടുത്ത നമ്മുടെ ഒരു നല്ലൊരു കേരള സാരി ഉടുത്ത് കാണിച്ചു തരാൻ പോകണം. അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ എന്റെ സാരി ഡ്രൈപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് അറിയാം. ഫ്ലീറ്റ് എടുത്ത് നിങ്ങൾക്ക് അയൺ ചെയ്തൊക്കെ കാണിച്ച് സെറ്റ് ചെയ്ത് ഉടുക്കുന്ന രീതിയിൽ എളുപ്പത്തിൽ ഉടുക്കാൻ പറ്റിയ രീതിയിലുള്ള വീഡിയോ ആയിരുന്നു ഷെയർ ചെയ്തത്. ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഞാൻ ഈ സാരി നമ്മൾ തുടക്കം മുതൽ എങ്ങനെയാണ് ഫ്ലീറ്റ് എടുക്കണമെന്നും അത് കുത്തുന്നതും എല്ലാം ഒന്നും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അറിയിക്കുകയും ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കറിയാം, സാരി നമ്മൾ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തായാലും വിത്ത് ബ്ലൗസ് ഉണ്ടാവും. അപ്പോൾ ആ വിത്ത് ബ്ലൗസ് നമ്മൾ ആദ്യം നല്ല അളവിൽ, അപ്പോൾ എനിക്കൊക്കെ 1 മീറ്റർ തുണിയാണ് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. കാരണം ഇറക്കമുള്ള കൈയൊക്കെ ആയിരിക്കും, പിന്നെ പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് 1 മീറ്റർ എന്തായാലും വേണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല വീതിയുള്ള സാരിയാണ് കണ്ടോ. അപ്പോൾ ഈ സാരിയിൽ നിന്നും നമ്മൾ വിത്ത് ബ്ലൗസ് വെട്ടുമ്പോൾ 1 മീറ്റർ ഉള്ളവർക്ക് 90 സെന്റിമീറ്റർ എടുത്താൽ മതി. ഇപ്പം ഞാൻ 90 സെന്റിമീറ്റർ മുറിക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, മുന്താണി അല്ലാത്ത മറ്റു ഭാഗത്തായിരിക്കും മിക്കവാറും എല്ലാ സാരികളുടെയും ബ്ലൗസ്. ചുരുക്കം ചില പട്ടുസാരികൾക്ക് മാത്രമാണ് മുന്താണിയോട് ചേർന്ന് ബ്ലൗസ് പീസ് ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ 90 സെന്റിമീറ്ററിലുള്ള അളവിനുള്ള ബ്ലൗസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ബ്ലൗസിനുള്ള തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തയ്ച്ചിട്ടില്ല, കാരണം സമയം കിട്ടിയിട്ടില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതിന് വിത്ത് ബ്ലൗസ് ഇടുന്നതിൽ കുറച്ചും കൂടി എനിക്ക് ഭംഗി തോന്നുന്നത് വേറൊരു ബ്ലൗസാണ്. അപ്പൊ അത് ഒരു ടിഷ്യൂവിന്റെ ഒരു ബ്രൊക്കേഡിന്റെ ബ്ലൗസാണ്. അപ്പൊ ഇതിന് ചേരുന്ന ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ബ്ലൗസ് മുറിച്ച് മാറ്റിയതിനു ശേഷം പിന്നെ സമയം പോലെ നമുക്ക് തയ്ച്ചിടാം കേട്ടോ. മാറ്റിയതിനു ശേഷം നമുക്ക് ഇതിന് ചേരുന്ന ഒരു സാരി ഫോളും കൂടി ഞാനിത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് സാരിക്കും സാരി ഫോൾ വെച്ചാലാണ് സാരി എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇതിന് കുറച്ച് എന്താ പറയാ, മടക്കുകളൊക്കെ ഉണ്ടാവും അല്ലെ? പുതിയ സാരിയൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് മടക്കുകളൊക്കെ ഉണ്ടാവും. അതൊന്ന് അയൺ ചെയ്തൊന്ന് നിർത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം, മുന്താണിയുടെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം. സാരി എടുക്കുന്നവർക്ക് അറിയാലോ, അകമ്പറം പോകാതെ നോക്കുക. അത് നോക്കി ഇതേപോലെ മുന്താണി വിട്ടിട്ടുള്ള ഭാഗം, കുത്തുന്ന ഭാഗം. ഇനി ഇതിന് ചേരുന്ന അണ്ടർസ്കേർട്ട് ഇടാനായിട്ട് പ്രത്യേകം ഓർക്കുക. ഞാൻ പാവാടയുടെ വള്ളി ഈ വലതുവശത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വയറൊന്ന് ഒതുക്കി കിട്ടാനായിട്ട് 2 സൈഡിലേക്ക് അതിൻ്റെ കൂടുതൽ ഭാഗം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക. നല്ല ഇറക്കമുള്ള പാവാട തന്നെ ഉപയോഗിക്കാം. കാരണം ഇത് ചില സാരികൾ, സെറ്റ് സാരികൾ നെയിലറിയുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കട്ടി കുറവുള്ളതുണ്ടാവും. അപ്പോൾ നമുക്ക് പാവാട എപ്പോഴും നല്ല കട്ടിയുള്ള ഇറക്കമുള്ള പാവാട തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സാരി എടുക്കാൻ പാടില്ല. സാരി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ മുന്താണി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. മുന്താണി ഒന്ന് ഞെറിഞ്ഞ് ഭംഗിയാക്കിയിട്ട് നമ്മുടെ പാകത്തിന് ഇറക്കത്തിന് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ അതിന് നമ്മൾ ഇതുപോലെ എന്താ പറയാ, തൊങ്ങല് പിടിപ്പിച്ചിട്ടുള്ള സാരി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് എത്ര വീതി വേണമെന്ന് നമ്മൾ ആലോചിക്കുക. തീരെ കുറവ് വീതി, ഇപ്പൊ ഇത്രയും ഒരു 2-3 ഇഞ്ച് വീതിയിൽ ഇടുന്നവരുണ്ട്. അത് നിങ്ങളൊന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം കേട്ടോ, എത്ര ഇഞ്ച് വേണമെന്ന്. അതനുസരിച്ചിട്ട് നമ്മൾ ഇത് ഫ്ലീറ്റ് എടുക്കണം. ഇപ്പൊ ഞാൻ എടുക്കുന്നത് എൻ്റെ ഒരു കൈപ്പത്തിയുടെ വീതിയാണത്. ഈ കൈപ്പത്തിയുടെ ഈ ഒരു വീതിക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതൊരു 4 ഇഞ്ച് കാണും, 4 അല്ലെങ്കിൽ 4.5 ഇഞ്ച് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഞെറി ഞാൻ 4.5 ഇഞ്ച് എടുത്തു. അത് കഴിഞ്ഞിട്ട് വരുന്ന ഞെറി ഒരു 4 ഇഞ്ച് എടുക്കുള്ളൂ. രണ്ടാമത് വരുന്ന ഞെറി നമ്മൾ ഒരു 1/2 ഇഞ്ച് കുറച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ഈ പുറത്തേക്ക് തള്ളി പോരരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എത്ര ചെറുതാണോ വേണ്ടാത്തെടുത്തോ, എത്ര ചെറിയ ഞെറികൾ ആയാലും അത്രയും നല്ലതാണ്. അപ്പൊ ആദ്യത്തെ ഞാൻ എന്തായാലും വീതി അധികം കുറച്ച് ഇടില്ല. അപ്പൊ ഇതേപോലെ ഒരു 2-2.5 ഇഞ്ചിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കണ്ടോ. അപ്പൊ എനിക്കിപ്പോ 1, 2, 3, 4, 5, 6, 7 ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് അതൊരു വിട്ടു പോവാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്യാം. എന്തായാലും ഞാനത് പിൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ സാരി എടുത്ത് പരിചയമുള്ളത് കൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അപ്പൊ ഇതിങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പിൻ ചെയ്തിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ വീതിയിൽ നമ്മളൊന്ന് ഇതാ
ഒന്ന് നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഈ സെറ്റ് സാരികൾക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഞെറിയൊക്കെ വേഗം കിട്ടും, അത്ര അധികം പ്രശ്നമില്ല എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ദേ നമ്മൾ എത്രയാണ് എടുത്ത് അത്രയും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് കഴിയും, നമുക്ക് അറിയാവുന്നവർക്ക് അത് എളുപ്പത്തിന് കഴിയും കണ്ടോ. ഇനി നമ്മളൊന്ന് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. പിന്നുകളൊക്കെ കുറച്ച് എടുത്തോട്ടോ, പിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര സെക്യൂർ ചെയ്ത് വയ്ക്കാനായിട്ട് എളുപ്പമാണ്. അപ്പം ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി അതുപോലെ തന്നെ എടുക്കാം. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് അങ്ങനെ കിടന്നോളും. പിന്നെ വീണ്ടും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്താണിയുടെ നീളം നമ്മൾ തന്നെ നോക്കണം. നമുക്കത് എന്താ പറയാ കറക്റ്റായിട്ട് നീളത്തിലൊന്ന് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. മുന്താണി നമുക്ക് എത്ര വേണമെന്ന് നോക്കാം. സാരിയുടെ ലെങ്ത്തും ആളുടെ ലെങ്ത്തും ഒക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇത് മതിയാകും. അപ്പം ഞാനിത് ഇവിടെ ഒരു പിൻ ചെയ്യാം, പിൻകുത്താണ് കേട്ടോ. ഇനി വരുന്ന ഭാഗം നമ്മൾ അധികം ഇങ്ങനെ പ്രസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചു പോകുന്നു കണ്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ചില കസവുള്ള സാരികൾക്ക് ഒതുങ്ങില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഒന്നുകൂടി കൈ കൊണ്ട് പ്രസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ട് വേഗം ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഉടുക്കുന്ന സമയത്ത് ഇപ്പോൾ അയൺ ബോക്സ് ഇല്ലാന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്ന കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഓടിച്ചെടുക്കാവുന്നതാണ്. ഈ സാരിയുടെ ഒരു പ്രത്യേകത കൊണ്ട് നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഭാഗം അത്യാവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് കുത്തുന്ന ഭാഗം നോക്കാം. നമ്മളിവിടെ ഈ വലത് വശത്തെ കാലിന്റെ ആ ഭാഗത്തായിട്ട് കൂടുതൽ ഇങ്ങോട്ട് പോകരുത്. പോയി കഴിഞ്ഞ് നിങ്ങൾക്കറിയാം നടക്കുമ്പോൾ ഇതിങ്ങനെ തള്ളി തള്ളി പോകും. അത് പക്ഷെ കൂടുതൽ ഇങ്ങോട്ടും ആവാൻ പാടില്ല, നമുക്ക് കാല് തട്ടും, അപ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലെ കാലിന്റെ ഭാഗത്ത് നമ്മളിതൊന്ന് വെച്ച് നന്നായിട്ട് ടക്ക് ചെയ്യുക. ഇറക്കമൊക്കെ നമ്മൾ നോക്കുക. ചെരുപ്പിട്ടിട്ട് സാരി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഭംഗി ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഐഡിയയിൽ ഉടുത്താൽ മതി. കൂടുതൽ പൊന്തി പോയി സാരി എടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ഇറക്കി തന്നെ ഉടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് മൊത്തം നമുക്കൊന്ന് ഇത് പാവാടയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. ഒന്ന് കറങ്ങി വന്നാൽ മതിയാവും. വേണ്ട കാലൊന്ന് അകത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ഇത് വെച്ചു വിട്ടാം. ഇനി നമുക്ക് മുന്താണി ഒന്നും കൂടി കറക്കിയെടുക്കണം, ചുറ്റിയെടുക്കണം. അപ്പോൾ മുന്താണി നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ മുന്താണി എടുക്കുക, ഒന്നും കൂടി ബാക്കിൽ നിന്നും ഇതേപോലെ എടുക്കുക കണ്ടോ. ബാക്കിൽ നിന്ന് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് പിൻ ചെയ്ത് ഉറപ്പിക്കാം. ബ്ലൗസൊക്കെ ഇട്ട് ഇതിൻ്റെ ചേരുന്ന ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞ് കുത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പം ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ആയതുകൊണ്ടാണ് വെച്ചു. അതിനുശേഷം ഇത് കണ്ടോ, നമുക്ക് കിട്ടിയ എല്ലാ ഞെറികളും ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നന്നായിട്ട് വലിച്ച് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. നല്ല ടൈറ്റ് ചെയ്തെടുക്കണം. കാരണം ഇനി നമുക്ക് മുന്താണിയിൽ നീളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മളിത് ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ ഇത്രയും ഭാഗം ഒന്ന് വിട്ടിട്ട് വേണം ഞെറിയാനായിട്ട്. കാരണം അത് ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗം ഇവിടെ കിടക്കുക. നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഞെറിയെടുത്താൽ ഇവിടെ എന്തോ പോലെ ഇരിക്കും. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കാലിൻ്റെ ഭാഗത്ത് തന്നൊരു എനിക്കൊരു 10 ഇഞ്ച് ഉണ്ടാവും. ഒരു 6-7 ഇഞ്ച് നമ്മളിങ്ങനെ ഒന്ന് വിടുക. കാണുമ്പോൾ അറിയാലോ എന്തോരം വേണമെന്നുള്ളത്. അവിടെ നിന്നായിരിക്കും നമ്മൾ ഞെറിയാൻ പോകുന്നത് കേട്ടോ. അവിടെ നമ്മളൊരു കൈ വെച്ചിട്ട് അടുത്ത ഒരു വിരൽ ഇതുപോലെ നമ്മുടെ വിരലിൻ്റെ നീളത്തിൽ ഇങ്ങനെ വെക്കുക. ആ വിരൽ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അടുത്ത വിരൽ അടുത്തയിലേക്ക് വെച്ച് നമുക്കത് ഞെറിയെടുക്കാൻ പറ്റും കണ്ടോ. വലിയ വീതിയിൽ ഞെറി ആദ്യത്തെ ഒന്നും എടുക്കണ്ട കേട്ടോ. അത്യാവശ്യം വീതിയിൽ എടുത്ത ഒരു 4 ഇഞ്ച് തന്നെ വീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഈ അവസാനത്തെ ഞെറി ഉണ്ടല്ലോ, അത് പരമാവധി എടുത്തിട്ട് കിട്ടാവുന്ന വീതിയിൽ നമ്മൾ എടുക്കാം. അപ്പം എന്തുണ്ടാവുന്ന വെച്ചാൽ ഈ ആദ്യത്തെ വീതി നല്ല ഭംഗിയായിട്ട് ഞെറി അത് ഭംഗിയായിട്ട് ഇട്ടോളും. ഇത് കേട്ടോ 1 2 3 4 5 6. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സാരിക്ക് കിട്ടുന്ന ഞെറിയാണ് 6 കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരല്പം കട്ടിയുള്ള സാരിയാണ്. അതായത് നിങ്ങൾക്കറിയാലോ ടിഷ്യൂവിൻ്റെ അങ്ങനെ ആകുമ്പോൾ കുറച്ച് കട്ടിയാണ്, അതാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്കിത് ഒതുക്കാം. ഇപ്പം അത്യാവശ്യം ഇതുപോലെ നമ്മളെടുത്തു. അത് കഴിഞ്ഞാൽ ഞെറി ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിക്കണം. പിടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒന്നിനൊന്നും മുകളിലല്ല, ഒരു അല്പം വിട്ട് ഇങ്ങനെ നിരത്തി വെക്കുകയാണെങ്കിലേ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും.
കണ്ടോ. ഇനി നമ്മളതൊന്ന് ഒരു പിൻ ചെയ്ത് തൽക്കാലത്തേക്ക് ഒരു പിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയത്താണ് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ പിടിച്ച് നമുക്കൊന്ന് അടി വരെ ഒന്ന് കൈ ഓടിക്കണം. അപ്പൊ ഇത് പോയാലും കുഴപ്പമില്ല. കണ്ടോ. അപ്പൊ നമുക്കിത് പ്രീ പ്ലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഒന്ന് ഓക്കെ അതിന് ശേഷം നമ്മൾ ടക്ക് ചെയ്തായിരിക്കും നല്ലത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഉള്ളിലുള്ള ഭാഗത്തേക്കും കൂടി പ്രസ് ചെയ്യാവുന്ന രീതിയിൽ ഈ ഭാഗത്തും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവിടെ ഒരു മടക്ക് വരും. ഇവിടെ നമ്മൾ വിട്ടിരിക്കുന്ന ഈ ഭാഗം ഉള്ളത് കൊണ്ട് നമുക്കിത് കുറേ ഇങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നല്ല ഭംഗിയായിട്ട് വരും. അപ്പൊ നമ്മൾ ഇനി ഇത് വിടുന്നു. ഇനി നമ്മളിത് ടക്ക് ചെയ്യാൻ വേണം കേട്ടോ. ഈ പിന്ന് ഊരിയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളിത് ടക്ക് ചെയ്യുന്നത് നമ്മുടെ നെയിലിന്റെ നമ്മുടെ കൊക്കിന്റെ ഭാഗത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂടുതൽ ഇങ്ങോട്ടും പോകരുത്, കൂടുതൽ ഇങ്ങോട്ടും പോകുന്നത് അഭംഗിയായിരിക്കും. നമ്മൾ നേരെ തന്നെ നമ്മുടെ നെയിലിന്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ടക്ക് ചെയ്താൽ മതി. ഇറക്കം നോക്കുക, പരമാവധി അതിൽ ചുരുണ്ടിരിക്കാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പൊ നമ്മളിത് ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ കൂടി നമ്മൾ കൈ ഇട്ടിട്ട് നമ്മളിവിടെ വെച്ചിരുന്ന നമ്മുടെ ലൂസിലിട്ടിരുന്ന കുറച്ച് ഭാഗം ഉണ്ടല്ലോ, കുറച്ച് ഭാഗം ഇട്ടുണ്ടായില്ലേ, അവിടെ ആ തേരിൽ നന്നായിട്ട് പിടിക്കുക. കണ്ടോ. ഈ കൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. എന്നിട്ട് പരമാവധി ടൈറ്റ് ചെയ്തിട്ട് കണ്ടോ. അതൊരു ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കൈ വെച്ച് നമ്മളതൊന്ന് നല്ല രീതിയിൽ ഷേപ്പ് വരുത്താം. അതിനുശേഷം ഇവിടേക്ക് കിട്ടും. അത് ഇതാ ഇവിടെ കിട്ടും. ഒരു കുറച്ച് നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ പിടിച്ചാൽ കുറച്ചും കൂടി ഇതിവിടെ ഭംഗിയായിരിക്കും. കണ്ടോ. അത് നമ്മളിവിടെ പിൻ ചെയ്ത് ഉറപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ ഇതുപോലെ നമ്മുടെ ടൈറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ ഉടുത്താലാണ് നല്ല ഭംഗിയാവും. ഉടുപ്പിച്ച് വരുമ്പോഴുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മളിത് ഇത് ചെയ്തു. ടക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് നല്ല സെക്യൂർ ആയിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ കുറെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഇനി അത് ഇങ്ങോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് അത്രയും കൊണ്ടുപോകണ്ട. ഇവിടെ തന്നെ നമുക്ക് അത് തിരികെ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ. ഇനി നമുക്ക് മുന്താണിയുടെ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണം. അതൊന്ന് നമുക്ക് നല്ല സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ വയറൊന്നും കാണാത്ത രീതിയിൽ വെക്കണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഈ പിന്നൊന്ന് ഊരിയെടുക്കാം. നമുക്ക് എപ്പോഴും ഈ അടിയിൽ നിന്നും മുകളിലേക്ക് വരും. ഈ താഴത്തിൽ നിന്ന് ഇങ്ങോട്ട് ബാക്ക് മുകളിലേക്ക് വരുന്നതാണ് കുറച്ചുകൂടി ഭംഗി. നമ്മുടെ ഈ മുന്താണിയുടെ ഈ ഒരു തേര് മാത്രം ജസ്റ്റ് ഒന്ന് വിടുക. ബാക്കിയുള്ളത് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്യാം. ഇവിടുന്ന് പരമാവധി ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് ഇറക്കി വലിച്ചു വെച്ചിട്ട് നമ്മൾ 1 ലെയർ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യൂലേ. അപ്പൊ അതുപോലെ ഇത് ഇവിടുന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കൈ ഇവിടുന്ന് ഈ മുന്താണിയുടെ ഇതിൽ നിന്ന് വിടരുത് കേട്ടോ. ഇത് ഫുള്ള് പിടിച്ചിട്ട് വേണം ഇവിടെ പിൻ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം. കണ്ണാടിയിൽ നോക്കി ഉടുക്കാത്തതുകൊണ്ട് അതിന്റെ ചെറിയ പുറകൾ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോ മൊബൈലിലേക്ക് ചുമ്മാ ഒന്ന് നോക്കണുള്ളൂ. മൊബൈലിലും എനിക്ക് എന്നെ കാണാൻ പറ്റില്ല. ബാക്ക് ക്യാമറയാണ്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് നല്ല ഇത് തോന്നുന്നതെന്ന് വെച്ചാൽ അവിടെ വെക്കാം. ഭംഗി തോന്നുന്ന ഭാഗത്ത് ഇതുപോലെ വെക്കാം. ഇത് നമ്മൾ സാധാരണ ഞാൻ എല്ലാ സാരി ഇടുന്ന വീഡിയോയിലും പറയാറുള്ള പോലെ ഈ ഒരു ഭാഗം നമുക്കിവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കണം. ഞാനത് എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് കേട്ടോ. ഒരു പിന്നുകൊണ്ട് നമുക്കിവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് ഒന്ന് വന്ന് വരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് ഈ ടിഷ്യൂവിന്റെ സാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പൊ ഇതേ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സാരി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ അതേ ബ്ലൗസ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചേർച്ചയുണ്ടോ ഈ ബ്ലൗസ്? ഇതൊരു ബ്രൊക്കേഡിന്റെ ബ്ലൗസ് ആണ് കേട്ടോ. ഇത് പല സാരികൾക്കും നമുക്ക് പട്ട് സാരികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ബ്ലൗസുകളൊക്കെ ചീത്തയായി പോയിട്ടുള്ള സാരികൾ ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ വിത്ത് ബ്ലൗസ് തയ്ച്ചാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാകുക. എന്നാലും ഞാനിപ്പോൾ ഇത് തയ്ക്കാൻ നേരത്തോണ്ട് നമ്മുടെ ഈ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഭംഗി ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ നമ്മളത് എല്ലാം എടുത്തു കഴിഞ്ഞു. നമ്മുടെ ടിഷ്യൂവിന്റെ സാരി ആയതുകൊണ്ടേ അധികം പെട്ടെന്ന് ഒതുങ്ങാത്തൊരു സാരി ആയതുകൊണ്ട് ഞാൻ ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലീറ്റ്
പിന്നെ ഇതേ നമ്മൾ സാധാരണ അന്ന് നേരത്തെ എടുത്ത പോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്ലീറ്റ്, നമുക്ക് ഈ ചില സാരികൾക്ക് നെയിലറിയുന്നുണ്ട്, ഈ ഫ്ലീറ്റുകളുടെ ഇടയിൽ കൂടെ വയറിന്റെ നെയിലൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ ഞെറികളാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ അറിയില്ല കേട്ടോ. അതൊന്നും ശ്രദ്ധിച്ചോളൂ. ചെറിയ പ്ലേറ്റ്, അതായത് ഈ ആദ്യത്തെ പ്ലേറ്റ് നിങ്ങൾക്ക് കുറച്ച് വീതിയിൽ എടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ എടുത്തോ. അതെല്ലാം ചെറിയ ചെറിയ ഞെറിയാണെങ്കിൽ കുഴപ്പമില്ല. ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ കുഞ്ഞു കുഞ്ഞു ഞെറി ഇടുമ്പോൾ അതൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു അടിയിലൊരു ഞെറി ഇതുപോലെ തന്നെ നമ്മൾ വന്നിട്ടുണ്ടല്ലോ, ഈ ഒരു ഞെറി, ആ ഒരു ഞെറിയുടെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ ഒരു തേര്, വയറിന്റെ ഇത് കാണാത്ത രീതിയിൽ ഈ ഒരു തേരിൽ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. ഞാനും അതുപോലെയാണ് ചെയ്ത് സാരി എടുത്ത് പോകാറ്. അപ്പോൾ നമുക്ക് കാറ്റത്ത് ഇപ്പോൾ കൈ ഇവിടെ നിന്ന് പറഞ്ഞാലും നമുക്ക് വലിയ അഭംഗി തോന്നില്ല, നല്ല ടിപ്പ് ടോപ്പായിട്ടിരിക്കും. ഇഷ്ടമായോ? അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. പല സാരികളും പല രീതിയിലുള്ളതായതുകൊണ്ട് ഉടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, പിടിക്കാനൊക്കെ ഞെറിയൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ട് വരും. അത് അങ്ങനെ ഒതുങ്ങാത്ത ഞെറിയാണെങ്കിൽ പ്രീ പ്ലേറ്റ് ഇട്ട് നിങ്ങൾ അയൺ ചെയ്ത് വെച്ചിട്ട് ഉടുക്കുകയാണെങ്കിൽ എളുപ്പമാകും. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.